ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ശനിയാഴ്ച നടക്കുന്ന നന്ദഗോവിന്ദ ഭജൻസ് കാണാനായി എത്തുന്നവർക്കായി പ്രത്യേക ക്രമീകരണങ്ങളാണ് ക്ഷേത്രം അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രം തിരുമുറ്റത്ത് സ്റ്റേജിന് ഇരുവശങ്ങളുമായി ഭക്തജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി പൈപ്പ് ഉപയോഗിച്ച് 10ലധികം ബ്ലോക്കുകളായി തിരിക്കും. 3000-ലധികം കസേരകളും ഇരുവശത്തും നടുക്കു താഴെ കുളക്കരയിലുമായി 3000 ആളുകൾക്ക് നിന്ന് കാണുന്നതിനുള്ള LED സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 10,000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് കരുതുന്നതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് OK കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈ വർഷത്തെ തിരുവുത്സവത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള തൃക്കൊടിയേറ്റിന് ശേഷം നടക്കുന്ന സാന്ദ്രാനന്ദലയം എന്ന നന്ദഗോപൻ ഭജൻസ് അവതരിപ്പിക്കുന്ന പരിപാടി ഇന്ന് ആഗോള മലയാളികളുടെ ഇടയ്ക്ക് തരംഗമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ഒരു പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഒരു 10,000 പേരെങ്കിലും ചുരുങ്ങിയത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ക്ഷേത്ര തിരുമുറ്റവും അതുപോലെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗ്രൗണ്ടും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തിന് താഴെ വരുന്ന ഗ്രൗണ്ടും എല്ലാം കൂടെ കൂട്ടിയിട്ട് 3000 കസേരകളും 3000 പേർക്ക് നിന്നുകൊണ്ട് പരിപാടി ആസ്വദിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നിൽക്കുന്ന സ്ഥലങ്ങളിലെ ഗ്രൗണ്ടിൽ LED വാൾ വെച്ചിട്ട് അവർക്ക് ദൃശ്യവും സൗണ്ടും നല്ല ഭംഗിയായി കിട്ടത്തക്ക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റ് ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാർക്കിംഗ് നമ്മുടെ റോഡിൽ അനുവദിക്കുന്നതല്ല. വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 101ഓളം ഉത്സവ കമ്മിറ്റി വോളണ്ടിയർമാരുടെ സേവനം ഉണ്ടാകും. അതോടൊപ്പം പെട്ടെന്നുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാൻ സേവാഭാരതിയുടെ ആംബുലൻസ് സംവിധാനവും അതുപോലെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഈ ചടങ്ങുകളെല്ലാം പൂർണ്ണമായി വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ വളരെ നേരത്തെ തന്നെ എത്തുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഏതാണ്ട് 5 മണി മുതൽ ഗ്രൗണ്ടിൽ പ്രവേശനം അനുവദിക്കും. അപ്പം വരുന്ന ആളുകൾക്ക് ഇവിടെ ഏതാണ്ട് 7ഓളം കളങ്ങളായിട്ട് പൈപ്പ് കെട്ടി ഗ്രൗണ്ട് തിരിച്ചിരിക്കുകയാണ്. അതിൽ കസേര അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവിടെ കയറി ഇരിക്കുകയും അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടത് പരിപാടി കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ആളുകൾ പൂർണ്ണമായും പോയതിന് ശേഷമേ ഗ്രൗണ്ടിലുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ ഗേറ്റുകൾ തുറക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അവർ ധൃതി വെച്ച് തിരക്ക് കൂട്ടരുത്. അതിനുള്ള എല്ലാ തരത്തിലുള്ള പൂർണ്ണമായ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പൂർത്തിയായിട്ട് വരുന്നു. 2 ദിവസം കൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണാവസ്ഥയിലെത്തും. ഈ ചടങ്ങിലേക്ക് മുഴുവൻ പേരെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വാഹനങ്ങളിൽ എത്തുന്നവർക്കായി വാഹന പാർക്കിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി പോലീസിന്റെ സേവനവുമുണ്ട്.